എല്ലാ എക്സിറ്റ് പോളുകളെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ബ്രഹ്മാണ്ഡ വിജയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് NDAയുടെ ബീഹാറിലെ ആ ഒരു തിളക്കമാർന്ന മുന്നേറ്റത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. 3-2 ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലേറാൻ പോവുകയാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള BJP JDU സഖ്യം. എല്ലാ മേഖലയിലും വെന്നിക്കൊടി പാറിക്കുന്ന ഒരു വിജയം തന്നെയാണ് NDA ബീഹാറിൽ നേടിയിരിക്കുന്നത്. മഗധിലാണെങ്കിലും മിഥിലാഞ്ചലാണെങ്കിലും സീമാഞ്ചലിലാണെങ്കിലും അതുകൂടാതെ കോസിയിലാണെങ്കിലും പടലിപുത്രയിലാണെങ്കിലും എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും ബീഹാർ വ്യക്തമായുള്ള മുൻതൂക്കം നേടിയെടുക്കാൻ BJP JDU സഖ്യത്തിന് സാധിച്ചു. പ്രതീക്ഷിക്കാത്ത പല വോട്ട് ബാങ്കിലേക്കും കടന്നു കയറാനും BJP JDU സഖ്യത്തിന് സാധിച്ചു എന്നതാണ് ഈ വലിയ വിജയം സൂചിപ്പിക്കുന്നത്. കാരണം യാദവ ബെൽറ്റിലേക്ക് RJDയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ബേസായ യാദവ ബെൽറ്റിലേക്ക് വരെ NDA കയറിയിറങ്ങി റിസൾട്ട് ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും. കാരണം യാദവ വനിതകളുടെ നല്ലൊരു ശതമാനം വോട്ട് നിതീഷ് കുമാറിനും BJPക്കും അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കോൺഗ്രസും RJDയും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. രാഹുൽ ഗാന്ധി വലിയ ആവേശത്തോടെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചു വോട്ട് അധികാർ യാത്ര നടത്തി. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്കിടയിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊരു ശരിക്കും ഒരു റഫറൻഡമായിരിക്കുമെന്ന് ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മേലുള്ള ഒരു റഫറൻഡമായിരിക്കും. പക്ഷേ ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമാത്രമല്ല SIRന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് കൂടിയിട്ട് ഇനി ഇതിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഈ ഒരു അലയൻസ് തന്നെയാണ്. കാരണം BJPയും JDUയും LJPയും ഒക്കെ ചേരുന്ന ഒരു സഖ്യം അതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കൊലീഷനാണ്. കാരണം ഏതാണ്ട് ജനസംഖ്യയിൽ 55 മുതൽ 60% വരെ വരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ത്രഷോൾഡ് ഉള്ള ഒരു സഖ്യമാണ് BJP JDU സഖ്യം. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വനിതാ വോട്ടർമാരുടെ ഇമ്പാക്റ്റ് ഒക്കെ വളരെ വലുതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ നിതീഷും BJPയും ചേരുമ്പോഴുള്ളൊരു സിനാരിയോ അതിനെ കവച്ചു വെക്കാൻ ഒരു കാരണവശാലും മഹാഗഡ്ബന്ധന് സാധിക്കില്ല എന്നുള്ളൊരു അനാലിസിസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. കാരണം നിതീഷിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റ്, അതുകൂടാതെ യാദവരല്ലാത്ത OBC വിഭാഗക്കാർ, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിൽ വലിയൊരു വിഭാഗം SC EBC പ്ലസ് നോൺ യാദവ് OBC, അതാണ് നിതീഷിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക്. അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്തെടുത്തൊരു വോട്ട് ബാങ്കാണ് വർഷങ്ങളായിട്ട്. അതുകൂടാതെ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻ, താക്കൂർ, ഭൂമിഹാർ, പിന്നെ അതുകൂടാതെ കായസ്ഥ, പിന്നെ ചില ബനിയ വിഭാഗക്കാരുടെ സപ്പോർട്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഒരു 12% വരും. അതുകൂടാതെ നിതീഷിൻ്റെ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു 30% അടുത്ത് വരും. അപ്പോൾ 30% ഈ 12% വരുമ്പം തന്നെ ഏതാണ്ട് 42% അടുത്തായി. അതൊരു റോക്ക് സോളിഡ് വോട്ട് ബാങ്ക് ആണ്. പിന്നെ ഇത് കൂടുതൽ ഒരു ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സ്കോപ്പാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരുടെ ഒരു ആധിപത്യം, അവരെത്രത്തോളം ഏത് രീതിയിൽ നിതീഷിനെ പിന്തുണയ്ക്കും എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇത്തവണത്തെ 71% വനിതകളുടെ പോളിംഗ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. നിതീഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ആത്മാഭിമാനം പകർന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 25 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെന്യൂർ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് വളരെ വലുതാണ്. കാരണം RJD ഭരിക്കുമ്പോൾ എന്തായിരുന്നു ബീഹാറിലെ സാഹചര്യം എന്ന് എല്ലാവർക്കും അറിയാം. പുറത്തിറങ്ങാൻ പറ്റില്ല, 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഒരു വിഷയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സാഹചര്യം, ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം, എല്ലാ അർത്ഥത്തിലും സാമൂഹ്യമായിട്ടും അല്ലാതെയൊക്കെ വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി നിതീഷ് വന്നതിന് ശേഷം BJP JDU സർക്കാർ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ തന്നെയാണ്. ഒന്ന്, അടിസ്ഥാനപരമായുള്ള ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാൻ BJP JDU സർക്കാർ സാധിച്ചു. ക്രമസമാധാന നിലയിൽ വലിയ പുരോഗതി ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ധൈര്യമായി പോയി കേസ് കൊടുക്കാൻ പോലും പറ്റുന്ന സാഹചര്യം വന്നു. പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രാത്രി അല്ലെങ്കിൽ ഒരു വൈകിട്ട് 6 മണിക്ക് ശേഷം ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർക്ക് തൊഴിലവസരങ്ങൾക്കുള്ള ഒരുപാട് പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന മുഖ്യമന്ത്രി റോസ്ഗാർ യോജന അത് തന്നെ വലിയൊരു ഇമ്പാക്റ്റാണ് സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. കാരണം ആ ഒരു 10,000 രൂപ ഏതാണ്ട് 1,30,00,000 പേരിലേക്ക് വനിതകളുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരൊരു പശുവിനെ വാങ്ങി അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കട ഇട്ടു. അപ്പോൾ ഇങ്ങനെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഈ ഇത്തരം പോളിസീസ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ജനകീയമായിട്ടുള്ള അല്ലെ അവരെ നിത്യം ബാധിക്കുന്ന വിഷയങ്ങളാണ് അവർക്ക് പ്രധാനം. അല്ലാതെ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഫേക്ക് ആരോപണങ്ങളൊന്നും അല്ല അവരെ ബാധിക്കുന്ന വിഷയം. വർഗീയതയൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഈ വർഗീയത എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള സംഭവമാണ് ബീഹാറിൽ നിന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ സീമാഞ്ചൽ മേഖലയിൽ
അതായത് പൊതുവേ പറയപ്പെടുന്നത് സീമാഞ്ചൽ മേഖല RJD തൂത്തുവാരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ പോലും BJP JDU സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഏതാണ്ട് 40% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ് സീമാഞ്ചൽ. അവിടെ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP JDU സഖ്യത്തിന് സാധിച്ചു. സ്വാഭാവികമായിട്ടും മുസ്ലിം പോളറൈസേഷൻ നല്ല രീതിയിൽ മഹാഗഡ്ബന്ധനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ കുറേ വോട്ട് സീമാഞ്ചലിൽ ഒവൈസിയുടെ പാർട്ടിയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ കൗണ്ടർ പോളറൈസേഷൻ എന്നുള്ള രീതിയിൽ ബാക്കി വരുന്ന ഒരു വലിയ വോട്ട് ബാങ്ക്, അതായത് യാദവരും മുസ്ലിങ്ങളും അല്ലാത്ത ഒരു വലിയ വോട്ട് ബാങ്ക് NDAക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതാണ് ആ ഒരു സീമാഞ്ചൽ മേഖലയിലെ വലിയ ഒരു മുൻതൂക്കത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, യാദവ വോട്ടുകൾക്കിടയിലെ വിള്ളൽ, അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. യാദവ വോട്ട് 90% തേജസ്വിക്ക് പോൾ ചെയ്യുന്നതായിരുന്നു പൊതുവെ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന എക്സിറ്റ് പോളുകളെല്ലാം. പക്ഷേ നല്ലൊരു ശതമാനം വോട്ട് BJP JDU സഖ്യത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിതകളുടെ വോട്ടാണെന്നാണ് അത് പറയപ്പെടുന്നത്. കാരണം അത്രയും മികച്ച രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ബീഹാർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു 20 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ബീഹാറിൻ്റെ പിന്നാക്കാവസ്ഥ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിതീഷ് കുമാർ സർക്കാരിനും BJPക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളാണെങ്കിലും ആ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവരെ ശാക്തീകരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ശാക്തീകരിക്കുന്ന ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ BJP JDU സർക്കാരിന് സാധിച്ചു. അതൊക്കെ ഇപ്പോൾ വോട്ടായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം.